ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ്റെ കാര്യമാണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് എം ബി ഒന്നുമില്ല, വെറും 5 MB മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗം എന്തെന്ന് പറയണ്ടേ, നമ്മളെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന ആപ്ലിക്കേഷൻസ് അതൊക്കെ ഇൻ്റർനെറ്റ് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ആ ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു ലേശം ഇങ്ങനെ വലിച്ചു കൊടുക്കും, ഇൻ്റർനെറ്റ് ഇങ്ങനെ ഉപയോഗിച്ചു കൊടുക്കും ഡാറ്റ. അപ്പോൾ നമ്മുടെ ഫോണ് അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഹാങ്ങാവുക എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മുടെ ഫോണിൻ്റെ ആ സ്പീഡ് കിട്ടില്ല. പിന്നെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് ഡാറ്റ ഒരുപാട് പോകും. നമ്മുടെ ഫോണിലുള്ള നമ്മൾ യൂസ് ചെയ്യാതെ കുറേ MB നമുക്ക് ആവശ്യമില്ലാതെ വെറുതെ അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ MBകൾ നഷ്ടമാവും. അതേപോലെ തന്നെ നമ്മുടെ ഡാറ്റയില്ല, അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ്, റാം അതൊക്കെ ഒരുപാട് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നടക്കാനൊക്കെ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാത്രം ഉപയോഗിക്കുന്നതായിട്ടുള്ള ആപ്ലിക്കേഷൻ, അതിലേക്കുള്ള ഇൻ്റർനെറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഡാറ്റ മിസ്സാവില്ല, ഫോണ് ഹാങ് ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇതാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേഴ്സിറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനും ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഏതാണോ, നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഏതാണോ അത് ടിക്ക് ചെയ്യുക. അത് ടിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ യെസ് കൊടുക്കുക. ഇങ്ങനെ യെസ് കൊടുത്താൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഇൻ്റർനെറ്റ് ബട്ട് യു ക്യാൻ സ്റ്റിൽ ഇൻ്റർനെറ്റ് അതർ ആപ്സ്. ഈ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് യൂസ് അല്ല. സെലക്ട് ആപ്സ് വിൽ നോട്ട് ഹാവ് ഇൻ്റർനെറ്റ്. അതായത് നമ്മളിതിൽ സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് ആക്സസ് ആവില്ല എന്നാണ് അവർ എഴുതി കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. യൂട്യൂബിൽ നമുക്ക് നോക്കി നോക്കാം. യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്തു. യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ ഫുള്ള് ബ്ലാക്കായിട്ട് കിടക്കുകയാണ്, ഒന്നും വരുന്നില്ല, ലോഡിംഗ് ഇല്ല, അൺലോഡിംഗ് ഇല്ല, ഒന്നും കാണിക്കുന്നില്ല, വെറും ബ്ലാങ്കായി കിടക്കുക. സംഭവം ഇതുപോലെ കിടക്കും. ഇതിപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫോണ് കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കുക, അങ്ങനെയൊക്കെ ഒരു സംഭവം വരികയാണെങ്കിൽ അവർ യൂസ് ചെയ്യരുത്. അവർ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇതുപോലെ ആക്കി വെക്കാൻ പറ്റും. അങ്ങനെയും ഒരു കാര്യമുണ്ട് ഈ ഒരു ആപ്പ് കൊണ്ട്. അപ്പോൾ നമ്മളത് അവിടെ പൈസ ആക്കിയത് കാരണം യൂട്യൂബ് അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നോർമലാക്കി നോക്കാം. ഇനി നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കാം കേട്ടോ. ആണോ, ഇപ്പോൾ യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ്, അത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവം വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ആപ്ലിക്കേഷൻ. പോസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ കറക്റ്റായിട്ട് സെർച്ച് ചെയ്യുക, ഇതേ മറ്റേ ലോഗോ വരുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ പല ആപ്ലിക്കേഷനും ഉണ്ടാവും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അടിപൊളി വീഡിയോസ്, അടിപൊളി അറിവുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.